सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा सुरासुरे सेविता पादपङ्कजा करीशराजितगमनीय पुस्तका वाणी मां पाहि कीर्वाणी मां पाहि वाणी मां पाहि पुस्तकपाणि मां पाहि वाणी मां पाहि वीणापाणि मां पाहि वाणी मां पाहि पन्नगवेणी मां पाहि सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा सुरासुरे सेविता पादपङ्कजा करीशराजितगमनीय पुस्तका वाणी मां पाहि कीर्वाणी मां पाहि वाणी मां पाहि पुस्तकवाणी मां पाहि वाणी मां पाहि वीणापाणि मां पाहि वाणी मां पाहि പന്നകവേണി മാം പാഹി. എല്ലാവർക്കും നമസ്കാരം. നായർ സംഗമത്തിന്റെ രാമായണ മാസാചരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഘവീയം അധ്യാത്മികം 2026 പ്രഭാഷണ പരമ്പരയിലെ 4ാം ഭാഗം ഇന്ന് ഇവിടെ അരങ്ങേറുകയാണ്. ഈ വേദിയിൽ എത്തിയിരിക്കുന്ന എല്ലാ മഹൽ വ്യക്തികളെയും നായർ സംഗമത്തിന്റെ ഭാരവാഹികളായ ശ്രീ പ്രസിഡന്റ് ശ്രീ VPK ഉണ്ണിമേനോൻ സർ, വൈസ് പ്രസിഡന്റ് ശ്രീമതി കുസുമകുമാരി അമ്മ, ജോയിന്റ് സെക്രട്ടറി ശ്രീ K സുധീർ, ട്രഷറർ ശ്രീ KC രഘുനാഥൻ നായർ, സംഘടനയുടെ ഭാരവാഹി മറ്റു കമ്മിറ്റി അംഗങ്ങളായ ശ്രീ JS പിള്ളൈ, ശ്രീ മോഹനൻ നായർ, അതുപോലെ ശ്രീ രവിരാജ് എന്നിവരെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രഭാഷണത്തിനുള്ള അതിഥി ഡോക്ടർ R അജയകുമാർ സാറാണ്. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സർ. അദ്ദേഹത്തെ എളിയ വാക്കുകളിൽ ഞാൻ ഈ വേദിക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഡോക്ടർ R അജയകുമാർ സർ MBBS MD, അദ്ദേഹം ജനറൽ മെഡിസിനിലാണ് MD എടുത്തിരിക്കുന്നത്. അതിനുശേഷം കാർഡിയോളജിയിൽ DM എടുത്തിട്ടുണ്ട്. കൂടാതെ ഫെലോഷിപ്പുകളായ FIC, FACC, FESC എന്നിവ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. ഇദ്ദേഹം നമ്മുടെ ആരാധ്യനായ മുൻ ചീഫ് സെക്രട്ടറി ശ്രീ R രാമചന്ദ്രൻ നായർ IAS റിട്ടയർഡിന്റെ ഇളയ പുത്രനാണ്. ഇദ്ദേഹം കല്യാണം കഴിച്ചിരിക്കുന്നത് ഡോക്ടർ ശ്രീലക്ഷ്മി അജയ് MD, അസോസിയേറ്റ് പ്രൊഫസർ ഓഫ് ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി ആണ്. ഇദ്ദേഹം കാർഡിയോളജിസ്റ്റ് എന്നുള്ള നിലയിൽ സീനിയർ കൺസൾട്ടന്റ് ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് എന്ന പദവിയിൽ തിരുവനന്തപുരത്തെ കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. കൂടാതെ വർക്കല ശിവഗിരി മെഡിക്കൽ കോളേജിലെ ശ്രീനാരായണ മെഡിക്കൽ കോളേജിലെ വിസിറ്റിംഗ് ചീഫ് കാർഡിയോളജിസ്റ്റ് കൂടിയാണ്. ഇതിനു പുറമെ നിരവധി കലാ സാംസ്കാരിക വേദികളിൽ അദ്ദേഹം സജീവമാണ്. വിദ്യാധിരാജ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ മാനേജറാണ്. ഭാരത് ഭാരതി എന്ന ഒരു അഖിലേന്ത്യാ സംഘടനയുടെ കേരളത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് കൂടിയാണ്. രാമായണ ഇദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇതിഹാസ കാവ്യമാണ്. നിരവധി വേദികളിൽ രാമായണത്തെ കുറിച്ച് സംസാരിക്കുകയും പല സ്ഥലങ്ങളിലും
കേരളത്തിന് പുറമെ ഉള്ള സ്ഥലങ്ങളിൽ കൂടെ പോയി പ്രഭാഷണങ്ങളിൽ പങ്കെടുത്ത് സദസ്യരെ കയ്യിലെടുക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു മാന്യ വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സർ. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റായ ലക്ഷ്മണോപദേശമാണ് നായർ സംഗമം വേദിക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതിന് അദ്ദേഹത്തിന് എല്ലാ ഭാവങ്ങളും നേരുന്നു. ഈ വേദിയെ സമ്പുഷ്ടമാക്കാൻ വളരെ സ്നേഹത്തോടെ ഊഷ്മളമായ ഒരു വരവേൽപ്പ് നൽകി അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ അയക്കുന്നു. ഡോക്ടർ ആർ അജയകുമാർ സർ, പ്ലീസ്. നമസ്കാരം. നായർ സംഗമം എന്ന ഈ ഒരു സംഘടനയുടെ രാഘവീയം ആധ്യാത്മികം എന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനായി എന്നെ ക്ഷണിച്ച ഈ സംഘടനയുടെ എല്ലാ ഭാരവാഹികൾക്കും, പ്രത്യേകിച്ചും അതിൻ്റെ സെക്രട്ടറി കൂടിയായ MN രാധാകൃഷ്ണൻ നായർ സാറിനും എൻ്റെ നന്ദി ഞാൻ ആദ്യമായിട്ട് ഇവിടെ അർപ്പിക്കുകയാണ്. രാമായണം എന്ന് പറയുന്നത് വാൽമീകി മഹാമുനി രചിച്ച് തലമുറകളായി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും മഹത്തായ ഗ്രന്ഥമാണ്. സംസ്കൃതത്തിൽ രചിച്ച വാൽമീകി രാമായണം അതിനുശേഷം ഇന്ത്യ എന്ന ഈ ഉപഭൂഖണ്ഡത്തിൽ ഏകദേശം എല്ലാ ഭാഷകളിലും അതിന് രാമായണത്തിൻ്റെ പല വെർഷൻസ് ഉണ്ടായിട്ടുണ്ട്. കവിതയായും ഗദ്യമായും ഒരുപാട് രാമായണങ്ങൾ പ്രചാരത്തിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാത്മരാമായണം എന്ന രാമായണത്തിൻ്റെ മലയാളത്തിൽ അത് എഴുതി നമുക്ക് സമ്മാനിച്ച തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്ന മലയാള ഭാഷയുടെ ഭാഷാ പിതാവിനോടുള്ള ആദരവും ഭക്തിയും ആദ്യമേ വിനയപുരസ്സരം ഇവിടെ അർപ്പിക്കുകയാണ്. നമസ്കാരം. ഹരിശ്രീ ഗണപതേ നമഃ. ആദ്യം ചെറിയൊരു പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വിഷയം ഞാനിവിടെ അവതരിപ്പിക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി ഗോകുലം. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മാനുഷ്യപത്മേശ്വരവിശ്വരൂപം പ്രണമാമി തുഞ്ചത്തെഴുമാര്യപാദം. ശ്രീരാമചന്ദ്രശ്രിതപാരിജാത സമസ്ത കല്യാണ ഗുണാഭിരാമ സീതാമുഖാംബോരുഹജഞ്ജരീക നിരന്തരം മംഗളമാദനോദോ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തേ നമഃ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം വിദ്യാധിരാജപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അവിഘ്നമസ്തു. മഹാഗണപതേ നമഃ. സരസ്വതേ നമഃ. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ നമുക്ക് സമ്മാനിച്ച അധ്യാത്മരാമായണം എന്ന ശ്രീരാമചരിതം പ്രധാനമായും 6 കാണ്ഡങ്ങളായിട്ടാണ് അദ്ദേഹം നമുക്ക് സമ്മാനിച്ചത്. ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം, അങ്ങനെ 6 കാണ്ഡങ്ങളും. അത് കഴിഞ്ഞ് ഉത്തരരാമായണം 1-ാം അധ്യായം, 2-ാം അധ്യായം, 3-ാം അധ്യായം, ഇങ്ങനെയാണ് അത് വന്നിട്ടുള്ളത്. അതിൽ അയോധ്യാകാന്ഡത്തിൽ 5-ാമതായി വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ലക്ഷ്മണോപദേശം.
അയോധ്യാകാന്ഡത്തിലെ തന്നെ 1061 വരി തൊട്ട് 1186 വരി വരെയുള്ള 126 വരികളിൽ കൂടെയാണ് ഇത് ഇവിടെ മുമ്പോട്ട് വച്ചിരിക്കുന്നത്. ഇതിൻ്റെ സന്ദർഭം എല്ലാവർക്കും അറിയാവുന്നതുപോലെ ശ്രീരാമചന്ദ്ര സ്വാമിയുടെ പട്ടാഭിഷേകത്തിന് വേണ്ടി എല്ലാ തയ്യാറെടുപ്പുകളും എടുത്തിട്ട് അതിനായി രാജ്യം മുഴുവനും ഒരുങ്ങി എല്ലാ ജനങ്ങളും അയോധ്യയിൽ ഒത്തുകൂടി അടുത്ത ദിവസം രാവിലെ അദ്ദേഹത്തിനെ യുവരാജാവായി പ്രതിഷ്ഠിക്കുന്ന ആ ദൃശ്യം കാണാൻ എത്തി. അങ്ങനെ ഒരുങ്ങി നിൽക്കുന്ന സമയത്താണ് മന്ധര എന്ന സ്ത്രീയുടെ പ്രേരണയാൽ നമ്മുടെ ഭരതസ്വാമിയുടെ മാതാവായ കൈകേയിയുടെ ഇടപെടൽ മൂലം ആ ഒരു ചടങ്ങ് മാറ്റിവെക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാവുകയും ദശരഥന് സഹിക്കാൻ വയ്യാതെ അദ്ദേഹം മരണാസന്നനാവുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവുന്നു. ആ സമയത്ത് ശ്രീരാമചന്ദ്രസ്വാമി അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെയും കൈകേയി എന്ന മാതാവിൻ്റെയും എല്ലാവിധ ആവശ്യങ്ങൾക്കും അവരുടെ നിർദ്ദേശങ്ങൾക്കും പൂർണ്ണമായും വിധേയനായി ഏറ്റവും ഉന്നതമായ ഒരു പുത്രന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ത്യാഗം അവിടെ നമുക്ക് കാണിച്ചു തരികയാണ്. അദ്ദേഹം ആ ഒരു നിർദ്ദേശം കിട്ടിയ നിമിഷം ഒരു മഹാരാജാവാക്കും എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ അദ്ദേഹത്തിന് ഭാവം ഉണ്ടായിരുന്നോ അതേ ഭാവത്തോടു കൂടി തന്നെ വനവാസത്തിന് പോകണം 12 വർഷം എന്ന് പറയുമ്പോൾ ഒരു ഭാവവ്യത്യാസമില്ലാതെ രണ്ടിനെയും ഒരുപോലെ കാണുന്ന ഏറ്റവും മഹത്തരമായ ഒരു മാനുഷിക മൂല്യമാണ് അവിടെ കാണിക്കുന്നത്. സ്വന്തം പിതാവിന് മാതാവിനും കുടുംബത്തിനും എന്താണോ ഏറ്റവും ഉചിതമായിട്ടുള്ളത് രാജ്യത്തിനും സ്വന്തം പിതാവ് നൽകിയ വാക്കിന് പൂർണ്ണമായ വില നൽകിക്കൊണ്ട് 12 വർഷത്തേക്ക് വനവാസം ഏറ്റെടുത്ത് പോവാൻ ഒരുങ്ങുന്നു. ഇതറിഞ്ഞ് കോപാകുലനായ ശ്രീരാമചന്ദ്ര സ്വാമിയുടെ അനുജൻ ലക്ഷ്മണൻ വളരെയധികം ദേഷ്യത്തോടുകൂടി വന്ന് പറയുന്ന ഒരു രംഗമാണ്. അദ്ദേഹം പറയുന്നതിൽ ചില വാക്കുകൾ ബന്ധിച്ചു അതിനെയും പിന്നെ ഞാൻ ഉള്ളവരെയുമൊക്കെ അന്തകൻ വീട്ടിനയച്ച് അഭിഷേകം ഒരന്തരം കൂടാതെ സാധിച്ചു കൊള്ളുവൻ. അഭിഷേകം ശ്രീരാമചന്ദ്രസ്വാമിയുടെ അഭിഷേകം നടത്തുവാൻ ആരെയെല്ലാം വധിക്കണമോ അവരെല്ലാം വധിക്കാനും ഞാൻ തയ്യാറാണ്. അന്തകന്റെ വീട്ടിന് അയക്കണം, അതിന് തയ്യാറാണ് എന്ന് പറഞ്ഞ് അത്രയും കോപാകുലനായി മുന്നോട്ട് വരുമ്പോൾ ഒരു ജ്യേഷ്ഠ സഹോദരനായ ശ്രീരാമചന്ദ്രസ്വാമി ലക്ഷ്മണസ്വാമിയോട് സ്നേഹബുദ്ധ്യ നൽകുന്ന ഉപദേശമാണ് ലക്ഷ്മണോപദേശം. ആ ലക്ഷ്മണോപദേശത്തിൽ ഓരോ വാക്കുകളും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു കുടുംബത്തിനകത്ത് ഒരു ജ്യേഷ്ഠൻ എങ്ങനെ പെരുമാറണം, അനിയന്മാരോട് എത്രയധികം അവർക്ക് പ്രാധാന്യം നൽകണം, അവരുടെ ചിന്തകൾക്ക് പ്രാധാന്യം നൽകണം, അവരെ എങ്ങനെ നല്ല വഴിക്ക് നയിക്കണം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ മാതൃകയാണ് ലക്ഷ്മണോപദേശം. വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുട വാക്കുകൾ നിന്നുട തത്വമറിഞ്ഞിരിക്കുന്നിതു മുന്നമേ ഞാനിടോ നിന്നുള്ളിലെപ്പോഴും എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോണമില്ല മറ്റാർക്കുമെന്നുള്ളതും നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്ക നീ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അതിനകത്ത് ആ തുടക്കം തന്നെ വത്സ സൗമിത്രേ കുമാര. വത്സ എന്ന് പറയുമ്പോൾ ഏറ്റവും സ്നേഹത്തോടെയുള്ള ആ വാക്ക്, കുമാര കുഞ്ഞെ എന്നുള്ള അത്ര കാരുണ്യവും അത്ര സ്നേഹവും. നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. നിന്റെ ഈ മത്സരവും ഒക്കെ മാറ്റി വെച്ചിട്ട് നിന്റെ ജ്യേഷ്ഠനായ ഞാൻ പറയുന്ന വാക്കുകൾ നീ ശ്രദ്ധിക്കണം. പക്ഷെ അത് കഴിഞ്ഞ് പറയുന്നത് നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നത് മുന്നമേ ഞാനിടോ നിന്റെ എല്ലാ കാര്യവും നിന്റെ ചിന്തയും നിന്റെ നല്ല സ്വഭാവവും നിന്റെ എല്ലാ പ്രവർത്തനവും കൃത്യമായി മനസ്സിലാക്കിയ ഞാൻ നിനക്ക് എപ്പോഴും എന്നോടുള്ള
വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കും എന്നുള്ളത്. വേറെ അച്ഛനോ അമ്മയ്ക്കോ ബാക്കി സഹോദരങ്ങൾക്കോ നാട്ടുകാർക്കോ ഭാര്യയ്ക്കോ ആർക്കുമില്ലാത്തത്രത്തോളം എന്നോട് നിനക്ക് സ്നേഹമുണ്ടെന്നുള്ളത് എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്. അതുകൊണ്ട് നീ എൻ്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്, എൻ്റെ തന്നെ ഒരു ഭാഗമായ നിന്നടുത്ത് എനിക്ക് ആ സ്നേഹം കൊണ്ട് പറയുന്നതാണ്, നീ ഇത് മത്സരം ഒഴിവാക്കി കേൾക്കണം എന്ന് പറയുന്ന ആ ഒരു രീതി. എങ്ങനെയാണ് ഒരു സഹോദരനോട് സംസാരിക്കേണ്ടതെന്നും എത്ര അധികം അവർക്ക് പ്രാധാന്യം നൽകണമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ്. അത് കഴിഞ്ഞിട്ട് ശരിക്കും നമ്മുടെ ഭാരതീയ ചിന്തയുടെ ആധ്യാത്മിക ചിന്തയിൽ ഏറ്റവും ഔന്നത്യമേറിയ വാക്കുകളാണ് ഈ ലക്ഷ്മണോപദേശത്തിലുള്ളത്. അതാണ് ഈ ലക്ഷ്മണോപദേശത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അധ്യാത്മ രാമായണത്തിൽ തന്നെ ഏറ്റവും നമ്മുടെ ചെറുപ്പക്കാർക്കും അടുത്ത തലമുറയ്ക്കും പറഞ്ഞു കൊടുക്കാനും ഏറ്റവും പെട്ടെന്ന് അവരിലേക്ക് നമ്മുടെ ആധ്യാത്മിക ചിന്ത എത്തിക്കുവാനും പറ്റുന്ന ഏറ്റവും സരളമായ വാക്യങ്ങളാണ് ഈ പറയുന്ന 126 വരികളിൽ കൂടെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. ഈ അധ്യാത്മ രാമായണം മുഴുവനും ഒന്നും നമ്മുടെ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഈ 126 വരികൾ അവരെ പഠിപ്പിക്കണം, അവരെ ചൊല്ലിക്കണം. ഈ പറയുന്ന നമ്മുടെ ഈ കർക്കിടക മാസം രാമായണം വായിക്കുന്ന കുടുംബങ്ങളിൽ എപ്പോഴും വായിച്ച് പൂർണ്ണമായും വായിക്കുന്ന ആ മാസത്തിൽ കുറച്ച് ദിവസമെങ്കിലും ഈ 126 വരികൾ അടുത്ത തലമുറയിലേക്ക് പകർന്നു നൽകുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. അത് നമ്മുടെ ഏറ്റവും വലിയ കടമയാണ്. ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷ ധന്യധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവ യുക്തമതല്ലായെങ്കിൽ എന്തതിനാൽ ഫലം എന്നാണ് അടുത്ത് പറയുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ഈ പറയുന്ന രാജ്യവും കൊട്ടാരവും ഈ സുഖഭോഗങ്ങളും ഇതെല്ലാം സത്യമാണെങ്കിൽ നീ ചെയ്യുന്നതും എനിക്ക് വേണ്ടി നീ നിന്റെ ഏറ്റവും വലിയ പ്രിയപ്പെട്ട പിതാവിനെയും മാതാവിനെയും വരെ അല്ലെങ്കിൽ എല്ലാവരെയും നിഷേധിച്ച് ആരെ വേണേ ഞാൻ വധിക്കുമെന്ന് പറഞ്ഞ് മുമ്പോട്ട് വന്നിരിക്കുന്നതിനൊക്കെ അർത്ഥമുണ്ടാവും. പക്ഷെ ഇതിനൊന്നും ഈ കാണുന്ന സുഖഭോഗങ്ങൾക്കും ഈ പറയുന്ന നമ്മുടെ ചുറ്റുപാടിനുള്ള ഈ രാജ്യത്തിനും ഇതൊന്നും ഒരു പെർമനന്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല എന്ന നമ്മുടെ ആധ്യാത്മിക ചിന്ത ശരിക്കും അദ്വൈത വേദാന്തം ഇവിടെ പറയുന്നത്. അദ്വൈത വേദാന്തം എങ്ങനെ മലയാളത്തിൽ നമുക്ക് വളരെ സരളമായി പറയാമെന്ന് ആരെങ്കിലും ചോദിച്ചാൽ വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള വളരെ സട്ടിൽ ന്യൂആൻസസ് ഒക്കെ ഉള്ള ഒരു രംഗമാണ് ഈ പറയുന്ന അദ്വൈത വേദാന്തം. അദ്വൈതം എന്ന് പറയുമ്പോൾ ഞാനും ഭഗവാനും ഇല്ല, ഈ ആത്മാവും പരമാത്മാവും ഒന്ന് തന്നെ എന്നുള്ള എവറിത്തിങ് ഈസ് വൺ. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സയൻസും അതിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദർ ഇസ് നോ നത്തിങ് ബട്ട് വൺ എന്നുള്ള പോളിസിയിലേക്ക് തന്നെയാണ് ആസ്ട്രോഫിസിക്സ് വരെ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അത് നമ്മുടെ പൂർവികരായ ഋഷീശ്വരന്മാർ നമുക്ക് നൽകിയ 108 ഉപനിഷത്തുകളിൽ കൂടെ പ്രധാനപ്പെട്ട 10-11 ഉപനിഷത്തുകളിൽ മാണ്ഡൂക്യ ഉപനിഷത്ത് എന്ന് പറയുന്ന വെറും 12 ശ്ലോകങ്ങൾ മാത്രമുള്ള ഉപനിഷത്തിന്റെ 7ാമത്തെ ഒരു ശ്ലോകം പഠിച്ചാൽ മതി എന്നാണ് പറയുന്നത്. മാണ്ഡൂക്യം ഏകമേവ അലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശങ്കരാചാര്യ സ്വാമി പറഞ്ഞാണ്. മാണ്ഡൂക്യമാണ് ഈ 108 ഉപനിഷത്തുകളിൽ ഏറ്റവും ചെറുത്. അതിൽ തന്നെ 12 ശ്ലോകം മാത്രമുള്ള മാണ്ഡൂക്യത്തിലെ 7ാമത്തെ ഒരു ശ്ലോകം പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അത് മാത്രം മതി ജീവിതത്തിൽ എന്താണ് നമ്മുടെ ഈ എക്സിസ്റ്റൻസ്, യൂണിവേഴ്സ് എന്താണെന്നുള്ള മനസ്സിലാക്കാനുള്ള എല്ലാ കാര്യവും അതിനകത്തുണ്ട്. അത്രയും ഡീപ്പായിട്ടുള്ള നോളജിനെ മലയാളത്തിൽ നമുക്ക് നൽകിയിരിക്കുകയാണ് ഇവിടെ. ഈ പറയുന്ന നമ്മുടെ എക്സിസ്റ്റൻസിന്റെ നമ്മുടെ ഉന്നതമായ ഒരു ചിന്ത അല്ലെങ്കിൽ ഉള്ളിലേക്കുള്ളൊരു വഴികാട്ടിയാണ്. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാം ആയുസ്സുമോർക്ക നീ വന്യസന്തപ്ത ലോഹസ്തംഭു ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം ചക്ഷുശ്രവണ ഗളസ്തവം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോലചേതസ ഭോഗങ്ങൾ തേടുന്നു. ഇതിനകത്തെ ആ ഒരു മെറ്റഫർ അല്ലെങ്കിൽ ആ ഒരു ഉപമ ഭക്ഷണത്തിന് അപേക്ഷിക്കുന്ന ആരാണ്? ചക്ഷുശ്രവണ ഗളസ്തവം ദർദുരം എന്ന് പറയുമ്പം തവളയാണ്. തവള പാമ്പിന്റെ വായ്ക്കകത്തായി കഴിഞ്ഞു, പാമ്പ് വിഴുങ്ങാൻ പോവുകയാണ്. ആ വായ്ക്കകത്തിരിക്കുമ്പോഴും തവള പാമ്പിന്റെ വായ്ക്കകത്ത് മരിക്കാൻ പോകുന്നു എന്നൊന്നും മനസ്സിലാക്കാതെ അപ്പോഴും ഭക്ഷണത്തിന് വേണ്ടി ശ്രമിക്കുകയാണ്. വെളിയിൽ എന്തുകൊണ്ട് ഭക്ഷണം കിട്ടും എന്ന് നോക്കുന്ന ആ തവളയുടെ അവസ്ഥയിലേക്ക് നമ്മൾ
ചുരുങ്ങിയിരിക്കുകയാണ്. അത്രയും ക്ഷണഭങ്കുരമായ ഒരു ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ അതിനെല്ലാം പ്രാധാന്യം നൽകി നമ്മുടെ മെറ്റീരിയൽ തിങ്സിന് ഇമ്പോർട്ടൻസ് നൽകുകയും ആധ്യാത്മികതയ്ക്ക് അതിനുള്ള വേണ്ട പരിഗണന നൽകാതെയുമാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പൊ ആധ്യാത്മികതയിൽ നമുക്ക് ഒഴുകി നമ്മുടെ ആത്മാവ് എന്താണെന്നും നമ്മുടെ സ്വത്വം എന്താണെന്നും നമ്മുടെ ഈ ഭൂമിയിൽ ഈ ജീവൻ എന്ന് പറയുന്നു, ഈ ഭൂമിയിൽ തന്നെ എന്തുകൊണ്ട് ജീവൻ നിൽക്കുന്നു, വേറെ ഏതെല്ലാം ഭൂമികൾ ഉണ്ടാവാം. അപ്പൊ ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ഇതിലേക്കൊക്കെ ഉള്ള ഒരു വഴികാട്ടിയാണ്. നമ്മുടെ ചിന്ത എപ്പോഴും ആധ്യാത്മികതയിലേക്ക് എത്തിക്കാനായിട്ട് ഏറ്റവും നല്ല ഒരു വഴിയാണ് ശ്രീരാമചന്ദ്ര സ്വാമിയുടെ വാക്കുകളിലൂടെ രാമാനുജൻ എഴുത്തച്ഛൻ എന്ന മഹാകവി നമുക്കിവിടെ നൽകിയിരിക്കുന്നു. പുത്രമിത്രാർത്ഥ കളർത്താതി സംഗമം ഇത്രയും അല്പകാല സ്ഥിതമോർക്ക പാന്ധർ പെരുവഴി അമ്പലം തന്നിൽ എത്താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്നസമാനം കളത്ര സുഖം നൃണാം അല്പമായുസ്സും നിരൂപിക്ക ലക്ഷ്മണ രാഗാതിസങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കൽ സ്വപ്നതുല്യം സഖേ. അവിടെ സ്വപ്നതുല്യമായ ഈ സംസാരത്തെ കുറിച്ച് പറയുമ്പോൾ എല്ലാം മായയാണ് എന്നുള്ള ആ സങ്കല്പമാണ് നമ്മുടെ ആധ്യാത്മിക ചിന്തയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. നമ്മൾ ഈ കാണുന്ന ഏറ്റവും വലിയ സുഖഭോഗാദികളും ഏറ്റവും വലിയ സങ്കടവും ഏറ്റവും വലിയ വിഷമങ്ങളും ഏറ്റവും വലിയ ആഹ്ലാദം ഉണ്ടാക്കുന്ന കാര്യങ്ങളും ഇതെല്ലാം തന്നെയും ഒരുപോലെയാണ്. ഈ നമ്മുടെ ഭഗവത്ഗീതയില് 2-ാം അധ്യായത്തില് സ്ഥിതപ്രജ്ഞസ്യ ഭാഷ സമാധിസ്ഥസ്യ കേശവ സ്ഥിതതിക്കിം പ്രഭാഷേത കിമാസീത വ്രതേതഹിം എന്ന് അർജുനൻ ചോദിക്കുന്നുണ്ട്. സ്ഥിതപ്രജ്ഞൻ എന്ന് പറഞ്ഞ ആരാണ്? സ്ഥിതപ്രജ്ഞനായ ആള് മനസ്സിന് സ്ഥിരത്വമുള്ള ആള്, എല്ലാത്തിനെയും ഒരുപോലെ കാണാൻ പറ്റുന്ന ആള് എന്നുള്ളതാണ്. ആ സ്ഥിതപ്രജ്ഞനെ എങ്ങനെ അറിയാം ചോദിക്കുമ്പോൾ ശ്രീകൃഷ്ണസ്വാമി പറഞ്ഞു കൊടുക്കുന്ന ആ വരികളുണ്ട്. അവിടെയും ആ 2-ാം അധ്യായത്തിലെ സ്ഥിതപ്രജ്ഞനെ കുറിച്ച് പറയുന്ന ആ ഒരു ഭാഗം, അതുകൊണ്ടാണ് 2-ാം അധ്യായത്തിന് പ്രാധാന്യം വരുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ അധ്യാത്മ രാമായണത്തിൽ ഈ അയോധ്യാകാന്ഡത്തില് ഈ ലക്ഷ്മണോപദേശത്തിനും പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എല്ലാ ഗ്രന്ഥങ്ങളും നമ്മുടെ പുരാതനമായി കൈമാറി വന്നിട്ടുള്ള എല്ലാ ഗ്രന്ഥങ്ങളുടെയും അന്തിമമായ ലക്ഷ്യം നമ്മുടെ ജീവൻ, ജീവിതം, നമ്മുടെ ആയുസ് ഇതെല്ലാം എത്രയോ തലമുറകളിലൂടെ വന്നു പോയി. നമ്മളും ഇവിടെ ഉണ്ട്, ഇനി നാളെ പോകും, ഇനി എത്രയോ തലമുറകളിലൂടെ വരാൻ പോകുന്നു. ഇപ്പൊ ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്? നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? ഈ ജീവിതം കൊണ്ട് എന്താണ് നമ്മൾ ലക്ഷ്യമിടേണ്ടത്? ഈ ജീവിതം കൊണ്ട് അടുത്ത് നമ്മൾ എന്താണ് നമ്മുടെ ആ പ്രയാണത്തിൽ നമ്മൾ ശ്രമിക്കേണ്ടത്? നമ്മുടെ ജീവിതം നമ്മൾ എന്തായിരിക്കണം നമ്മുടെ ഫൈനൽ എയിം? ഇത് രമണ മഹർഷി പറഞ്ഞിട്ടുണ്ട്. ഹൂ ആം ഐ എന്നുള്ള ഒറ്റ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇവരെല്ലാവരും ആധ്യാത്മികതയിലേക്കും ആ അദ്വൈത ചിന്തയിലേക്കുമാണ് വഴികാട്ടുന്നത്. അദ്വൈത ചിന്ത എന്ന് പറയുന്നതാണ് എല്ലാ സയൻസിലും ഏറ്റവും അൾട്ടിമേറ്റ് സയൻസ് എന്നുള്ളതാണ്. ഇന്ത്യയുടെ ഭാരതത്തിന്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മെറ്റീരിയൽ സയൻസസ് എല്ലാം ഉണ്ടായിരുന്നു. ഏറ്റവും ഇപ്പൊ തന്നെ ഡൽഹിയിലുള്ള ഒരു ലോഹം കൊണ്ടുണ്ടാക്കിയ ടവർ ഒരു ഇതുണ്ട്. അത് എത്രയോ വർഷമായി എത്രയോ തലമുറ കഴിഞ്ഞിട്ടും അതിന് തുരുമ്പെടുക്കാതെ അവിടെ നിൽക്കുന്നു. അപ്പൊ അതിനർത്ഥം മെറ്റീരിയൽ സയൻസില്, മെറ്റലർജിയില്, ഇതിലെല്ലാം ഇന്ത്യക്ക് ഇപ്പൊ ഏത് സ്ഥിതിയിലാണോ സയൻസ് നിൽക്കുന്നത് അതെല്ലാം നമുക്ക് അന്നും ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് നമുക്കുണ്ടായിരുന്ന ഫിസിക്കൽ സയൻസിനുള്ള ഇതെല്ലാം ഉള്ളപ്പോഴും നമ്മള് ഏറ്റവും ഉന്നതമായി വെച്ചിരുന്നത് ഫിലോസഫിയാണ്. അതുകൊണ്ടാണ് ശങ്കരായ സ്വാമി ആണെങ്കിലും ചട്ടമ്പി സ്വാമി തിരുവടികളാണെങ്കിലും നാരായണ ഗുരുദേവനാണെങ്കിലും എല്ലാവരും അവസാനം അവര് മുമ്പോട്ട് പോയിരിക്കുന്നത്. നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ മനുഷ്യനായി ജനിച്ചവരിൽ ഏറ്റവും ഉന്നതരായ വ്യക്തികൾ ഇന്ത്യ മഹാരാജ്യത്ത് മുമ്പ് ഉണ്ടായിരുന്നവരെല്ലാം ഫൈനലി എത്തിയിരുന്നത് ഫിലോസഫിയിലേക്കാണ്, ആധ്യാത്മിക ചിന്തയിലേക്കാണ്. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ സയൻസ്. സയന്റിഫിക് റിസർച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ഫൈനലി എത്തിപ്പെടുന്ന എവിടെയാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ പോലും അവസാനം അദ്ദേഹത്തിന്റെ ചിന്ത ആധ്യാത്മികതയിലേക്കാണ് എത്തിയിട്ടുള്ളത്.
ന്യൂട്ടനെ എടുത്താലും അവരും എല്ലാവരും ഫൈനലി അവരുടെ ചിന്ത എന്താണ്, നമ്മുടെ ജീവിതം, മനുഷ്യ ജീവിതം എന്താണ്, ഈ ഭൂമി എന്താണ്, ഈ യൂണിവേഴ്സ് എന്താണ്, അതിലേക്ക് വരുമ്പോൾ ജീവനുള്ള മാറ്ററും ജീവനില്ലാത്ത മാറ്ററും എല്ലാം ഒന്നാണെന്നുള്ള ചിന്തയിലേക്ക് വരുന്നു. അത് നമ്മൾ ഡീപ്പറായിട്ട് പോയി കഴിഞ്ഞാൽ, ഫിസിക്കലി പോലും പോയി കഴിഞ്ഞാൽ അറിയാൻ കഴിയുന്ന കാര്യമാണ്. ആറ്റംസ് തന്നെയാണ് നമ്മളെല്ലാം. ആറ്റംസ് അതിനകത്ത് ജസ്റ്റും ഫ്രീക്വൻസീസ് മാത്രമാണ്. അപ്പം ഈ പറയുന്ന ആധ്യാത്മിക ചിന്തയും നമ്മളിപ്പോഴത്തെ സയൻസ് നിൽക്കുന്നതും എല്ലാം ഒരുപോലെയാണ്. അതാണ് ഭാരതത്തിന്റെ ഒരു പ്രത്യേകത. നമ്മുടെ പഴയ ചിന്തകളെല്ലാം തന്നെയും 100% ഇപ്പോഴത്തെ സയന്റിഫിക് റിസർച്ചിനുമായിട്ടും യോജിച്ച് തന്നെ നിൽക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മുടെ അടുത്ത തലമുറയിലെ കുട്ടികൾക്ക് നമ്മുടെ ഏറ്റവും വലിയ ഒരു സമ്മാനമാണ് ഈ ആധ്യാത്മിക ചിന്ത, അദ്വൈത വേദാന്തം. ആ കാര്യങ്ങൾ മലയാളികളായ ആൾക്കാർക്ക്, അടുത്ത തലമുറയ്ക്ക് സരളമായ രീതിയിൽ കൈമാറി നൽകാൻ നമുക്ക് പറ്റുന്ന ഏറ്റവും നല്ല ഒരു കാര്യമാണ് ഈ അധ്യാത്മരാമായണത്തിലെ അയോധ്യാകാന്ഡത്തിലെ ഈ പറയുന്ന 126 വരികൾ അടങ്ങുന്ന ലക്ഷ്മണോപദേശം. ഞാൻ ആ ലക്ഷ്മണോപദേശം മുഴുവനും വായിക്കാൻ അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഇതിനകത്ത് ഓരോ വരികളിലും വളരെ നിഗൂഢമായ അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥങ്ങളിലേക്ക് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പല സെഷനായിട്ട് മാത്രമേ വായിച്ച് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാൻ അതിൻ്റെ ഒരു ചൂണ്ടുപലക പോലെ ഇത് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു മെക്കാനിസം നമുക്കില്ല എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി, നായർ സംഗമം എന്ന് പറഞ്ഞിട്ട് നമ്മളിത് നടത്തുന്നു. നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഇപ്പൊ ബാക്കി കമ്മ്യൂണിറ്റീസ് വെച്ച് നോക്കുമ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ പലതരം ചർച്ചകളുണ്ട്. ഇസ്ലാം മുസ്ലിം കമ്മ്യൂണിറ്റി അവർക്ക് അവരുടേതായ രീതിയുണ്ട്. അപ്പൊ അവരുടെ അടുത്ത തലമുറയിലേക്ക് അവരുടെ ചിന്തകളും അവരുടെ പദ്ധതികളും എല്ലാം എത്തിക്കാൻ അവർക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്, അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ അവസ്ഥ, പ്രത്യേകിച്ചും ഹിന്ദുക്കൾക്ക് എല്ലാം തന്നെ ഉണ്ടെങ്കിലും നമ്മുടെ നായർ കമ്മ്യൂണിറ്റിക്കാണ് ഏറ്റവും വളരെ മോശമായ സ്ഥിതിയിൽ എത്തിയിരിക്കുന്നത്. നമ്മുടെ അടുത്ത തലമുറയിലുള്ള കുട്ടികൾ അമ്പലങ്ങളിൽ പോകാനോ ഭഗവത്ഗീത പഠിക്കാനോ അധ്യാത്മരാമായണം പഠിക്കാനോ ഇതിനെല്ലാം അവർക്ക് ആഗ്രഹമുള്ള കുട്ടികൾക്ക് പോലും അവസരമില്ല. അവരെ പഠിപ്പിച്ചു കൊടുക്കാൻ ഉള്ള നല്ല രീതിയിലുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്ന സ്ഥലങ്ങൾ ഇല്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ മാറ്റി നമുക്ക് പൂർണ്ണമായിട്ടും അടുത്തൊരു തലമുറയെ നമ്മുടെ ഭാരതീയ ചിന്തയിലേക്കും നമ്മുടെ സ്വത്വത്തിലേക്കും വരാനും നമുക്ക് ഈ തലമുറകളായി ഇങ്ങോട്ട് കൈമാറി കിട്ടിയിട്ടുള്ള ഈ നിധികൾ അപൂർവമായ നിധികളാണ്. അത് ഇനിയും അടുത്ത തലമുറയിൽ എത്തിക്കാനുമായിട്ട് ഇങ്ങനെയുള്ള നമ്മുടെ ഈ പ്രയത്നങ്ങൾക്ക് ഒരു ഗുണം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പരമേശ്വരനോടും ശ്രീരാമേന്ദ്ര സ്വാമിയോടും പ്രാർത്ഥിക്കുന്നു. നായർ സംഘം എന്ന ഈ സംഘടനയ്ക്കും അതിൻ്റെ ഭാരവാഹികൾക്കും ശ്രീരാമേന്ദ്ര സ്വാമിയുടെയും ഹനുമാൻ സ്വാമിയുടെയും ഒക്കെ പൂർണ്ണാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം ഡോക്ടർ സാർ. തിരക്കിനിടയിലും OPD കഴിഞ്ഞ് എത്തിയതേ ഉള്ളൂ. തിരക്കിനിടയിലും നായർ സംഗമത്തിന്റെ ഈ പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുക്കുകയും പ്രൗഢഗംഭീരമായ ലക്ഷ്മണോപദേശം വളരെ ലളിതമായ ഭാഷയിൽ വിവരിച്ചു തരികയും കൂടാതെ നമ്മുടെ യുവതലമുറയ്ക്ക്, വഴിതെറ്റിക്കൊണ്ടിരിക്കുന്ന യുവതലമുറയ്ക്ക് മാറ്റം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആധ്യാത്മികതയിലൂടെ അവർ വളരണം എന്ന തത്വം ഈ വേദിയെ ഓർമ്മിപ്പിച്ചു തന്നതിൽ വളരെ സന്തോഷം സർ. ഈ ശുഭവേളയിൽ അങ്ങേക്ക് നന്ദി പ്രകടിപ്പിക്കാനായി നായർ സംഗമത്തിന്റെ ട്രഷറർ കൂടിയായ ശ്രീ KC രഘുനാഥൻ നായർ മുന്നോട്ട് വരുന്നു. അദ്ദേഹം സംസാരിക്കുന്നതാണ്. അതിനു മുമ്പ് ഒരിക്കൽ കൂടി ഡോക്ടർ R അജയകുമാർ സാറിനെ എൻ്റെയും നായർ സംഗമത്തിൻ്റെയും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നേരുവാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇനിയും നമ്മൾക്ക് മറ്റൊരു വിഷയം ആയിട്ട് ഇതേ വേദിയിൽ വരാൻ ശ്രീരാമചന്ദ്ര ദേവാദികളും
ജഗദീശ്വരനും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി സർ, നമസ്കാരം. അധ്യാത്മരാമായണത്തിലെ ലക്ഷ്മണോപദേശം ഇടയ്ക്കിടെ വരികൾ ചൊല്ലിയും വളരെ സരസമായ രീതിയിൽ വേദിയിൽ ഡോക്ടർ അവതരിപ്പിക്കുകയുണ്ടായി. ഇന്നത്തെ തലമുറയിലെ യുവതയ്ക്ക് നേഴ്വഴി കാട്ടുന്ന ആത്മീയത നിറഞ്ഞ കഥാസാരമാണ് ലക്ഷ്മണോപദേശത്തിലുള്ളതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഡോക്ടറിന് അഗൈതവുമായ നന്ദി. അതുപോലെ വേദിയിൽ സന്നിഹിതരായ നായർ സംഗമത്തിൻ്റെ എല്ലാ അംഗങ്ങൾക്കും സംഗമത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.